അപ്പോൾ ഇന്ന് ഓസ്ലോന്ന് നേരെ ട്രോംസോക്ക് പോവാണ്. അപ്പോൾ ഇന്ന് ഓസ്ലോന്ന് നേരെ ട്രോംസോക്ക് പോവാണ്. സോ റെയിൽവേ സ്റ്റേഷനിലാണ്. സോ നേരത്തെ എനിക്കൊണ്ട് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റി അല്ലേ? അതെ, കുറച്ച് ഹെസ്റ്റിക് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ഈസി ആയിരുന്നു. സോ ഇനി എയർപോർട്ടിലെത്തിയിട്ട് അടുത്ത വീഡിയോ. നേരെ ഓസ്ലോന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ട്രെയിൻ എടുത്ത് എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നമ്മൾ ട്രോംസോക്ക് പോകാൻ വേണ്ടി സാസ് എയർലൈൻസിലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കണത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മൾ ഫ്ലൈറ്റ് കയറി. ആൻഡ് ഫ്ലൈറ്റ് വാസ് വെരി നൈസ്. നല്ല പുതിയ ഫ്ലൈറ്റ് ആണെന്ന് തോന്നുന്നു. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് എ കംഫർട്ടബിൾ യാത്രയായിരുന്നു ആക്ച്വലി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? അതായത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ആ ഫ്ലൈറ്റ് യാത്ര ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫ്ലൈറ്റ് പൊന്തി കഴിയുമ്പോണ്ടല്ലോ ഭയങ്കര അമേസിങ് വ്യൂസാണ്. അമേസിങ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബ്ലൂവിഷ് കളറാണ്. നമ്മളെവിടെ നോക്കിയാലും ബ്ലൂവിഷ് കളറാണ്. ഇപ്പോൾ നമ്മൾ സ്നോ ഇവിടെ നമ്മുടെ ഓസ്ലോയിൽ ജസ്റ്റ് സ്നോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ബട്ട് ഈവൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിക് സർക്കിളിൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ്ലി സ്നോ ആണ്. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിയാണ് കാണാനായിട്ട്. എന്താ പറയുക, ഫുൾ മഞ്ഞ് മൂടിയ മലകൾ എന്ന് പറയത്തില്ലേ, ഏകദേശം ഇറ്റ്സ് ഫ്രം ട്രോംസോന്ന് ഓസ്ലോ എയർപോർട്ടിൽ നിന്ന് അറൗണ്ട് 2 hours ഉണ്ട് ട്രോംസോയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ട്രോംസോ ഈസ് ഓൾമോസ്റ്റ് ലൊക്കേറ്റഡ് അറൗണ്ട് 350 kilometers നോർത്ത് ഓഫ് ദ ആർട്ടിക് സർക്കിളിലാണ് ഈ ട്രോംസോ. ഓക്കെ, സോ ട്രോംസോ ഈസ് ദ മോസ്റ്റ് മാജിക്കൽ ഡെസ്റ്റിനേഷൻ ഇൻ ദ വേൾഡ്. നമ്മൾ ലോകത്തിൻ്റെ കറ്റെന്ന് പറയത്തില്ലേ. സോ അവിടെ അധികം ലൈറ്റില്ല. അതായത് 2 മണിക്കൂറേ അവിടെ 2 to 3 hours നമുക്ക് സൺ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി ട്രോംസോ. കാരണം ഇതെൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റുള്ളൊരു കൺട്രി ആവുന്നു. കുറേ വർഷങ്ങളായിട്ട് നമുക്ക് നോർത്തേൺ ലൈറ്റ് കാണണം. അപ്പോൾ നോർത്തേൺ ലൈറ്റ് കാണണമെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ഏതാണ്, അങ്ങനെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചതാണ് ട്രോംസോ. നമുക്ക് പല സ്ഥലങ്ങളും ചെന്ന് കഴിഞ്ഞാൽ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റും. പക്ഷേ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്, അതായത് ഹസ്കി ഷെഡിങ്, അതുപോലെ തന്നെ റെയിൻ ഡീർ, വെയിൽ വാച്ചിങ്, ഇതെല്ലാം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നോർത്തേൺ ലൈറ്റ്, ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതാണ് ഈ ട്രോംസോ. അപ്പോൾ നമ്മൾ ട്രോംസോയിലേക്ക് എത്താറായി. നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം. ഇത് ഏകദേശം ഉച്ചയ്ക്കൊരു 1 o'clock കേട്ടോ നമ്മൾ എത്തണത്. ആ 1 o'clock വ്യൂ ആണിത്. കാരണം സൺ അവിടെ കുറവാണ്. നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത് എവിടെ നോക്കിയാലും മഞ്ഞാണ്. ഇതൊരു പാരഡൈസ് എന്നൊക്കെ പറയത്തില്ലേ, സ്നോ വിൻ്റർലാൻഡിലെത്തി. അങ്ങനെ നമ്മൾ ട്രോംസോയിൽ ലാൻഡ് ചെയ്തേക്കാണ്. ട്രോംസോയിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് 1:20 കേട്ടോ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡാർക്ക് ഇവിടെ. അതായത് 3 മണിക്കൂർ ഇവിടെ സൺ കിട്ടത്തുള്ളൂ. ജസ്റ്റ് 3 hours സണ്ണുള്ളൂ. ഒക്കെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. കംപ്ലീറ്റ്ലി മഞ്ഞാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടാക്സി എടുക്കാനായിട്ട് പോവാണ്. ടാക്സി കുറച്ച് വെയിറ്റ് ചെയ്ത്, കാരണം നമുക്ക് ആദ്യം യൂബർ എടുത്താൽ മതിയായിരുന്നു, നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. ബട്ട് എനിവേ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ടാക്സിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ടാക്സി ക്യൂ വന്നു. കാരണം നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ് കുറച്ച് നേരം. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എയർപോർട്ടിൽ ലഗേജ് എടുക്കുമ്പോഴേക്കും യൂബർ വിളിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഐഡിയ. അങ്ങനെ ഞങ്ങൾ ട്രോംസോയിൽ നമ്മുടെ താമസിക്കുന്ന വീട്ടിലെത്തി. ഇതാണ് നമ്മൾ ട്രോംസോയിലെ വീട്. നീ ഏത് ലോകത്തിൻ്റെ മൂലയിൽ പോയി കളിച്ചാലും ഞാൻ ഇതിനെ പൊക്കും. അതുപോലത്തെ ഒരു ലോകത്തിൻ്റെ മൂലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കോൾഡ് ട്രോംസോ. നമ്മൾ നോർവേയിൽ നിന്ന് 2 മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ശേഷമാണ് നമ്മളിവിടെ ട്രോംസോയിലേക്ക് എത്തിയേക്കുന്നത്. ഇറ്റ്സ് എ ഐലൻഡ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഐലൻഡ് ആക്ച്വലി. ഏറ്റവും കൂടുതൽ അരോര അല്ലെങ്കിൽ നമ്മുടെ നോർത്തേൺ ലൈറ്റ് വ്യൂ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ളത് നവംബർ, ഡിസംബർ, ജാനുവരി മന്തിലാണ് ഏറ്റവും കൂടുതൽ വിസിബിൾ ആവണത്. സോ ഇവിടെ ട്രോംസോ എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് മുനിസിപ്പാലിറ്റി. ഇറ്റ്സ് ഒരു എന്താ പറയുക,
ഒരു സ്മോൾ പ്ലേസാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്നോയും ഏറ്റവും കൂടുതൽ തണുപ്പുള്ളത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനില്ല. നെക്സ്റ്റ് 3 months സൂര്യനില്ല. ലൈറ്റ് മാത്രം, ചെറിയ ലൈറ്റ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ സമ്മറായി കഴിഞ്ഞാൽ 24 hours ഇവിടെ സമ്മറാണ്, സൺലൈറ്റ് ഉണ്ടാവും. സോ ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. ഫുൾ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. താമസിക്കുന്ന വീട് ഞങ്ങൾ കാണിച്ചു തരാം. നമ്മളവിടെ നിന്ന് ടാക്സി എടുത്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുത്തു ആക്ച്വലി. ഇത് നമ്മൾ ബുക്ക് ചെയ്തത് Airbnb വഴിയാണ്. അപ്പോൾ ട്രാവൽ ചെയ്യണം കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ ബുക്ക് ചെയ്തത്. എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിന് കിട്ടി. ഐ തിങ്ക് നമ്മളിവിടെ അറൗണ്ട് 3 nights ഉണ്ടായിരുന്നു. സോ ടോട്ടൽ കോസ്റ്റ് വന്നത് അറൗണ്ട് 3200 dirhams എടുത്ത് നമുക്ക് എക്സ്പെൻസ് വന്നു. നമ്മൾ നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു ഹോട്ടൽ റൂം തന്നെ, അല്ലെങ്കിൽ നല്ലൊരു Airbnb തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുട്ടികളൊക്കെ ഉള്ളതാണ്. ഹോട്ടൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഹോട്ടൽ ഓപ്ഷൻസ് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ്. കാരണം ഹോട്ടൽസൊക്കെ ഇവിടെ ഭയങ്കര കുറവാണ്. ആകെ ഒരു 4-5 4-star ഹോട്ടൽ, 5-star ഹോട്ടൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരോരോ ലൈറ്റ് കാണാനായിട്ട്, നോർത്തേൺ ലൈറ്റ്സ് കാണാനായിട്ട് പോവാണ് ട്രോംസോയിൽ. അപ്പോൾ നമ്മൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഫിൻലൻഡിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോണത്. രാത്രിക്കും ബോർഡറിലേക്ക് 3 to 5 hours ഐ തിങ്ക് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സോ അതിലങ്ങനെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. സോ നമ്മളിപ്പോൾ ഇവിടുന്ന് ടാക്സി എടുക്കുകയാണ്. അവരെ മീറ്റിംഗ് പോയിൻ്റ് ഉണ്ട്, ആ മീറ്റിംഗ് പോയിൻറ്റിലേക്ക് നമ്മൾ ടാക്സി എടുത്തേക്കാണ്. ഇപ്പോൾ ഈവനിങ് 5 മണിക്കാണ് കേട്ടോ ഈ ലൈറ്റ് ഉള്ളത്. ഇതിപ്പോൾ ഈവനിങ് 5 മണി 6 മണി 6 o'clock, ഈവനിങ് 6 o'clock ആണ്. 5:30 to 6 o'clock ആയിട്ടുള്ളൂ. സോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡാർക്കായി. അപ്പോൾ നമ്മളവിടുത്തെ നമ്മുടെ വൗച്ചറും കൊണ്ട് നമ്മൾ ലൊക്കേഷനിലെത്തി. അവിടെ ബസ് വരും നമ്മുടെ. അപ്പോൾ ബസ്സിൽ ഇറ്റ്സ് എ ലക്ഷറി കോച്ച് ബസ്സാണ്. സോ അതിൽ നമ്മൾ മാത്രമല്ല ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവരൊപ്പമാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബസ് ടെർമിനൽ, ട്രോംസോയിലെ മെയിൻ ടെർമിനൽ. സോ നമ്മുടെ ബസ് അവിടെ കിടക്കുന്നുണ്ട് ഓൾറെഡി. നമ്മളവിടെ ചെന്നു, നമ്മളവിടുത്തെ വൗച്ചറെല്ലാം കാണിച്ചു കൊടുത്തു. നമ്മളിനിപ്പോൾ ബസ്സിൽ കയറാൻ പോവാണ്. And I live in Tromsø since a year and a half now. And yeah, same. It was my dream actually to see the Northern Light, and now I'm doing this job. Okay. But yeah, guys, we also have our lovely driver here, Florin, from Romania as well. So if you have any questions, any queries, you want to know anything, you need any help with, that kind of rhymed actually. Colin and Florin, I like it. But yeah, so nice to meet you guys us here. It seems that as we keep driving southwest, we should be able to start to see thinning in the clouds, and maybe even the clouds will become so thin that we can see stars through them. And we have a little saying here that if we can see stars, we can see northern lights as well. ശരിക്കും നോർത്തേൺ ലൈറ്റ് കാണാമെന്ന് പറയുന്നത് ഒരു ലക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ ഏത് സമയത്താണോ വരുന്നത്, അത് ഏത് സമയത്ത് വന്നാലും സാധാരണ നോർത്തേൺ ലൈറ്റ് വരുന്നത് നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മന്തിലാണ്. സോ നമ്മുടെ ലക്ക് അനുസരിച്ചാണ് നമ്മൾ ആ സമയത്ത് പോകുമ്പോൾ ക്ലിയർ സ്കൈ ആവാമെന്നുള്ളതാണ്. കാരണം നമുക്ക് ഇവിടുത്തെ പെർ ട്രിപ്പിന് നമ്മൾ പേ ചെയ്ത് ഏകദേശം ഒരു 150 to 160 dirhams അടുത്താണ്, ഡോളേഴ്സാണ്. അതായത് അറൗണ്ട് ദിറംസ് എന്ന് പറയുമ്പോൾ 500 to 600 dirhams അടുത്ത് വന്നിട്ടുണ്ട് ഓൾറെഡി. ഹായ്, അപ്പോൾ നമ്മൾ അരോര ലൈറ്റ് കാണാനായിട്ട് നമ്മൾ ബസ് നിർത്തിയേക്കാണ്. ഏകദേശം ട്രോംസോന് 3 മണിക്കൂർ 3 hours ഡ്രൈവ് ചെയ്തു ഓൾറെഡി. സോ ഡ്രൈവ് ചെയ്ത് നമ്മൾ ക്ലിയർ സ്കൈ ഇവിടെ ഉണ്ട്, സ്റ്റാർസിനെ കാണാൻ പറ്റും. സോ ഇന്ന് നമുക്ക് നോർത്തേൺ ലൈറ്റ് കാണാൻ പറ്റുന്നതാണ് ഇവർ പറയുന്നത്. സോ ലെറ്റ്സ് സീ. ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ -10 ഇപ്പോൾ. -10 ഞങ്ങളിപ്പോൾ എല്ലാവരും. ഞങ്ങളൊരു 10-40 പേരുണ്ട്, നിയർലി 40.
മെമ്പേഴ്സ് ഉണ്ട്, ഡ്രൈവർ ഉൾപ്പെടെ. സോ ഗൈഡ് ഉണ്ട്. സോ ഗൈഡ് ഈസ് ഓൾസോ ടേക്കിംഗ് കെയർ ഓഫ് അസ് നന്നായിട്ട്. സോ ലെറ്റ്സ് സീ, മേ ബി ഒരു ഹാഫ് ആൻ അവർ 1 അവറിനുള്ളിൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യും. ആക്ടിവിറ്റീസ് മീൻസ് അരോര ലൈറ്റ്. അതെ, അരോര ലൈറ്റ് ഏകദേശം അത് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാണാം, കണ്ടോ? അപ്പോൾ അരോര ലൈറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഈ ക്യാമറയിൽ കിട്ടൂല, പക്ഷേ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ ഒരു ലൈറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നല്ല അമേസിങ് വ്യൂ ആണ് കേട്ടോ. അതെൻ്റെ ക്യാമറയിൽ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ക്യാമറ എൻ്റെ ചെറിയൊരു ക്യാമറയായിരുന്നു, ആക്ച്വലി പോക്കറ്റ് ആയിരുന്നു. സോ അതിന് വേറെ ഫോട്ടോസും കാര്യങ്ങളുണ്ട്, ഞാനത് ഇതിടാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. ബട്ട് ഇറ്റ് റിയലി ലുക്ക് അമേസിങ്. അന്ന് ഭാഗ്യത്തിന് നമുക്ക് സ്കൈ ഓപ്പൺ ആയി ആൻഡ് ആക്ടിവിറ്റീസ് വാസ് വെരി ഗുഡ് ആൻഡ് വി സോ ദ നോർത്തേൺ ലൈറ്റ്. അങ്ങനെ വീട്ടിൽ ചെന്ന് കിടന്നു ഇറങ്ങി പിറ്റേ ദിവസം കാലത്ത് തന്നെ നമുക്ക് അടുത്ത പരിപാടിക്ക് ഇറങ്ങുകയാണ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ റെയിൻഡിയർ ഷെഡിങ് ആണ് കേട്ടോ, അതുപോലെ റെയിൻഡിയർ ഫീഡിങ്. അപ്പോൾ നമ്മൾ നേരെ ഇതൊരു ഏകദേശം ഒരു നെക്സ്റ്റ് ഡേ 11 o'clock ആണ്, 11 to 1 o'clock ടൈമാണ് ആക്ച്വലി. സോ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു ബക്കറ്റിൽ അവിടുത്തെ റെയിൻഡിയറിൻ്റെ ഫീഡിങ്ങിനുള്ള ഫുഡ് നമുക്ക് തരും കയ്യിൽ. അപ്പോൾ നമ്മൾ നടന്ന് ആ കാടിൻ്റെ അവിടേക്ക് എത്തണം. കാരണം ഈ റെയിൻഡിയേഴ്സൊക്കെ കുറേ വർഷങ്ങൾ ഇവരെന്ന് വെച്ചാൽ എല്ലാ കൊല്ലം ഈ മഴക്കാലത്ത് വരും, അല്ല സ്നോ കാലത്ത് വരും. സ്നോ ടൈമിൽ വന്നതിന് ശേഷം ഈ പോയിന്റിലാണ് അവർ വരുന്നത്. അവർ പിന്നെ ഫുഡ് തേടി വരുന്നതാണ് ആക്ച്വലി. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ അവിടെ ചെന്ന് ഫുഡ് കൊടുക്കുക. ഇതൊരു 2 to 3 months കഴിയുമ്പോൾ ഇവർ തിരിച്ച് നേരെ ഫോറസ്റ്റോട്ട് പോകും. അപ്പോൾ അതെ, റെയിൻഡിയറിന് ഫുഡ് കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സാമി കൾച്ചറിലേക്കാണ് വന്നേക്കുന്നത്. സാമി കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണ്ട് മോർ ദാൻ 1000 years ആയിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു ആൾക്കാരാണ് സാമി കൾച്ചർ എന്ന് പറയുന്നത്. സോ ഏകദേശം അതേപോലെയൊക്കെ തന്നെ നമുക്ക് അവർ ഇവിടെ റെയിൻഡിയറിന് ഗോഡായിട്ടാണ് അവർ കൺസിഡർ ചെയ്യാൻ ആക്ച്വലി. ഈവൻ ദേ വിൽ ഈറ്റ് ദ മീറ്റ്, ബട്ട് ഈവൻ അവർക്ക് റെയിൻഡിയറിന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമുള്ള സംഭവമാണ് ഈ റെയിൻഡിയർ. സോ അത് റെയിൻഡിയറിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവാണ്. ഇത് നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊടുക്ക്. അപ്പോൾ നമ്മൾ അവിടെ എത്തി മുകളിൽ കയറി എത്തിയപ്പോഴേക്ക് ഏകദേശം 2 o'clock 3 o'clock ആയിട്ടോ. 3 o'clock ടൈമാണ് ഇത് കാണുന്നത്. സ്കൈ ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. അതെപ്പോഴും അവിടെ അങ്ങനെ തന്നെയാണ്. എൻ്റെ അവിടുത്തെ ബ്ലൂ മൗണ്ടെയ്ൻസും. അപ്പോഴത്തേക്ക് നമ്മൾ റെയിൻഡിയറിന് ഫീഡ് ചെയ്ത് ആൻഡ് ഇവരൊരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ് കേട്ടോ ഇവരെയൊക്കെ വെച്ചാൽ. കാരണം ഇവർ ഒരു നവംബർ മന്തിൽ വരും, നവംബർ ഡിസംബർ മന്ത് ആകുമ്പോഴേക്കും ഇവിടേക്ക് വരും, കാടിറങ്ങി വരും. പിന്നെ ഇവിടെ നിന്ന് ഫീഡിങ്ങും ഫുഡെല്ലാം കഴിച്ച് പിന്നെ മീറ്റിങ്ങിനായിട്ട് ഇവരെന്ത് ചെയ്യും, കുറേ ഒരു സമ്മർ സീസൺ ആകുമ്പോഴേക്കും ഇവർ ഇവിടെ നിന്ന് പോവും. ഇവർക്ക് ഇവിടെ ഒരു ഗോഡായിട്ടാണ് അവർ കരുതിയത്. കാരണം അതുപോലെ തന്നെ ഇവരെ ഫ്ലഷ് ഇവർ കഴിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇതിന് വേറെ ഓപ്ഷനില്ല. അപ്പോൾ ഇതാണ് ഫുഡെന്ന് പറയുന്നത് അവരുടെ. അപ്പോൾ അതായത് ഗോഡ് കൊടുത്താണ് ഇവർക്ക് ഇതിനെ. കാരണം ഫുഡിനായാലും അവരെ ആക്ടിവിറ്റീസിനായാലും എല്ലാത്തിനും കൂടിയിട്ട് ഗോഡ് പണ്ട് കൊടുത്ത ഒരു മൃഗമാണെന്നാണ് പറയുന്നത്. ഇതിന് ശേഷം നമ്മൾക്ക് അതായത് ഈ റെയിൻഡിയർ ഫീഡിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ റെയിൻഡിയർ സൂപ്പ് കിട്ടും. കൊന്നാ പാപം തിന്നാ തീരുന്ന പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതേ സംഭവമാണ് ആക്ച്വലി. അതായത് മോള് നമ്മൾ ഫീഡ് ചെയ്തു, പിന്നെ അടിയിലെത്തുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ സൂപ്പ് കിട്ടി. സൂപ്പ് കഴിക്കാമെന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ എന്താ പറയുക, ലൈക്ക് ദേ ആർ പ്രൊവൈഡിങ് അടിപൊളി നല്ലൊരു ചോക്ലേറ്റ് കോഫി കിട്ടും കേട്ടോ. ഭയങ്കര ടേസ്റ്റി സാധനമാണ്. പിന്നെ ഇത് ഞങ്ങളുടെ കാലും കൈയൊക്കെ മരവിച്ച ഓൾറെഡി, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി നെഗറ്റീവ് അറൗണ്ട് 10 to 12 ആണ് അവിടെ ഉള്ളത്. ആൻഡ് ഫുഡും നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇറ്റ്സ് നൈസ്, ക്വൈറ്റ് ഗുഡ്. അവർ കുറച്ച് ബ്രെഡും അതുപോലെ തന്നെ ടീ, സ്നാക്സ് ആൻഡ് എസ്പെഷ്യലി മെയിനായിട്ട് റെയിൻഡിയറിൻ്റെ സൂപ്പാണ്.
കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം റെയിൻഡിയർ ഫീഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഫിൻലാൻഡിൽ പോകണം. പക്ഷേ ഫിൻലാൻഡിൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 2-3 ആക്ടിവിറ്റിയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ട്രോംസോ ഒന്നാക്കിയത്. പിന്നെ വെയിൽ വാച്ചിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ക്യാമറ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മളതിൻ്റെ വീഡിയോ എടുത്തില്ല വെയിൽ വാച്ചിങ്. പക്ഷേ വെയിൽ വാച്ചിങ്ങും അടിപൊളിയാണ്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ട്രോംസോ. ചെറിയൊരു ഐലൻഡ് ആണെങ്കിലും സൂപ്പറാണ്. ഇതിവർ സാമി കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു തരാണ്. എങ്ങനെയാണ് റെയിൻഡിയർ ഇവിടെ വരുന്നത്, എങ്ങനെ ഫുഡ് കഴിക്കുന്നതും അവരുടെ ഒരു ഹാബിറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് ദെയർ ലൈഫ് സ്റ്റൈൽ ഓൾസോ. Covered by solid ice, reindeer stands low and finding the national fruit. So my cousin Johan Isak, we own his cat and his bird, his reindeer. He started carrying the reindeer down here to his pet, the easier pig. So after a while, he discovered that this is really expensive. അതും കഴിഞ്ഞ് ഇൻ ബിറ്റ്വീൻ വെയിറ്റ് വാഷിങ് കഴിഞ്ഞ് നമ്മൾ ക്യാമറ എടുത്തില്ല. അത് നല്ലൊരു മിസ്സിങ് ആയിരുന്നു. ഹായ്, അങ്ങനെ നമ്മളത് 12 ദിവസത്തെ യൂറോപ്പ് ട്രിപ്പ് കഴിഞ്ഞ് നമ്മളത് തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മളത് എയർപോർട്ടിലാണ്. ഇപ്പോൾ എയർപോർട്ടിലാണ്. നല്ല സ്നോ ഉണ്ട് കേട്ടോ. അതെ, നല്ല സ്നോ ഉണ്ട്, നല്ല സ്നോഫോൾ ഉണ്ട്. സോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഫിൻലാൻഡ്. ഫിൻലാൻഡ് മീൻസ് അവിടെ ലേ ഓവർ മാത്രമേ ഉള്ളൂ. ദെൻ വി വിൽ ഗോ ബാക്ക് ടു ദുബായ്. കണക്റ്റഡ് ഫ്ലൈറ്റാണ്. സോ ദിസ് അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ട്രോംസോ വാസ് ആവുസം. ഓക്കെ, ട്രോംസോ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ട്രോംസോന്ന് ഇപ്പോൾ ഫിൻലാൻഡ് എത്തി. ഫിൻലാൻഡിൽ നിന്ന് ഞങ്ങൾ ദുബായിലോട്ട് തിരിച്ചു പോവാണ്. പിന്നെ ഫുൾ സ്നോ ആണ്. അങ്ങനെ ട്രിപ്പെല്ലാം അടിപൊളിയായി എൻജോയ് ചെയ്തു. മാക്സിമം നല്ല സ്ഥലങ്ങളായിരുന്നു. സോ താങ്ക്സ്.